ഹലോ ഗെയ്സ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് K9 വയർലെസ് മൈക്ക് വാങ്ങി അതിൻ്റെ വിശദീകരണങ്ങളും അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്കയുടെ ചെക്കിംഗ് നടത്തി ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ആ ചെക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് മൈക്ക വെച്ചിട്ടാണ്. ആ മൈക്ക തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് ആ മൈക്ക കാണിച്ചു തരാം. ഞാനിപ്പോൾ ആ മൈക്ക വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇനി ഞാൻ മൈക്ക ഇല്ലാതെ സംസാരിക്കട്ടെ. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് മൈക്ക ഇല്ലാതാണ്. എൻ്റെ മൊബൈൽ നേരിട്ട് സംസാരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കേൾക്കുന്നത്. വീണ്ടും ഞാൻ ആ മൈക്ക് എടുത്ത് സംസാരിക്കുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 മീറ്ററോളം കണക്ഷൻ കിട്ടും എന്നൊക്കെ ആ ബോക്സിൽ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ചെക്കിങ് നമുക്ക് ഇവിടെ നടത്താം. ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ വീടിനടുത്തുള്ള ഒരു ഗ്രൗണ്ടിലാണ്. ഗ്രൗണ്ട് ആയതുകൊണ്ട് എത്ര ദൂരവും പോവാം. അപ്പോൾ അതിൻ്റെ ഒരു തടസ്സമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഗ്രൗണ്ടിൽ തന്നെ വന്ന് ചെയ്തതാണ്. നിങ്ങൾക്ക് കാണാം, ബാക്കിൽ ഗ്രൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ ചെക്കിങ് നമുക്ക് നടത്താം. ഞാൻ ബാക്കോട്ട് അങ്ങനെ പോവാണ്. നിങ്ങൾ കാണണ്ടാവെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വോയിസ് കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദൂരമൊക്കെ നിങ്ങൾക്ക് അത് പരിശോധിക്കാം എത്രത്തോളം ഉണ്ടെന്ന്. ബാക്കിൽ പിന്നെ തടസ്സങ്ങളൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, എത്രയും പോവാം. ഗ്രൗണ്ട് ആയതുകൊണ്ട് സ്ക്രീനിൽ എന്നെ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വോയിസ് കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ വീഡിയോ കേൾക്കുമ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം ക്ലിയർ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത്. ഇനി നമുക്ക് ബാക്കോട്ട് തിരിഞ്ഞിട്ടും ചെക്കിങ് ഒന്ന് നടത്തണം. വോയിസ് ഒക്കെ കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല, എന്നിരുന്നാലും നമുക്കൊന്ന് നോക്കണം. ഞാൻ പതുക്കെ പതുക്കെ അങ്ങനെ നീങ്ങി പോവാണ്. വെയിലാണ് ഇവിടെ, നല്ല വെയില്. രാവിലെ തന്നെ വെയിലാണ്. പിന്നെ ഗ്രൗണ്ടിൽ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് വെള്ളം കെട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ കളിയൊന്നും അങ്ങനെ നടക്കാറില്ല. ഇപ്പോൾ വോയിസ് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. അങ്ങനെ പോയി ഈ ഗ്രൗണ്ടിന്റെ വീതി ലാസ്റ്റ് എത്താനായി. നീളത്തിൽ പോവാണെങ്കിൽ ഒരുപാട് പോവാനുണ്ട്. അതിൽ ചിലപ്പോൾ മുഴുവനായിട്ടും ചിലപ്പോൾ അത് നീളത്തിൽ കിട്ടണമെന്നില്ല, വീതിയിൽ ചിലപ്പോൾ കുറച്ചൊക്കെ കിട്ടും. ഞാൻ ഫ്രണ്ടിലേക്ക് തന്നെ വരികയാണ്. ഫ്രണ്ടിലേക്ക് തന്നെ വന്ന് ക്യാമറയിൽ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല, എന്നിരുന്നാലും ഞാനിങ്ങനെ പോയ അടയാളം ഇവിടെ കാണുന്നുണ്ട്. ആ ലൈനിൽ തന്നെ തിരിച്ചും നടക്കണം. ഞാൻ ഫ്രണ്ടിലോട്ട് നടക്കണം. വോയിസ് എത്രത്തോളം ക്ലിയർ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ വീഡിയോ ചെക്ക് ചെയ്തിട്ട് പറയാം അതിൻ്റെ റിസൾട്ട്. ഇപ്പോഴൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുക. സ്ക്രീനിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ബാക്കോട്ടൊന്ന് നടക്കണം. എത്രത്തോളം ക്ലിയർ കിട്ടുമെന്ന് അറിയില്ല. അപ്പം അടുത്തെത്തി. ഇനി ബാക്കോട്ടൊന്ന് നടന്നോട്ടെ. ഈ ഗ്രൗണ്ടിൽ അതുപോലെ തന്നെ സൈഡും ഈ ഗ്രൗണ്ടിന്റെ രണ്ട് ഭാഗത്തും വാഹനങ്ങൾ പോകുന്ന റോഡാണ്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വാഹനങ്ങളുടെ ശബ്ദങ്ങളും ഒക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. ഞാൻ വീണ്ടും ബാക്കിലോട്ട് ക്ലിയർ ഉണ്ടോന്ന് അറിയില്ല, എന്നാലും ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ ക്ലിയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലോങ്ങിൽ നിന്നാവും പ്രശ്നം ഉണ്ടാവാം, കേൾക്കാത്ത പ്രശ്നമൊക്കെ ഉണ്ടാവും. എന്തായാലും ഞാനൊന്ന് ചെക്ക് ചെയ്യാം, എന്നിട്ട് റിസൾട്ട് പറയാം. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ
എനിക്ക് ഇതിന്റെ ക്വാളിറ്റി മനസ്സിലായി. കാരണം ഈ ഗ്രൗണ്ടിന്റെ അങ്ങേയറ്റം, വീതിയിൽ അങ്ങേയറ്റം 20 മീറ്ററോളം നടന്ന്, ചിലപ്പോൾ അതിലും കൂടുതൽ പോയിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട്. വോയിസിന് ഒരു ക്ലിയർ കുറവും ഉണ്ടായിട്ടില്ല. കറക്റ്റായിട്ട് തന്നെ വോയിസ് ഒക്കെ കിട്ടി. പിന്നെ ബാക്കോട്ട് നടന്നപ്പോഴാണ് ക്ലിയർ കുറവായി കണ്ടത്. പിന്നെ അടുത്തെത്തിയപ്പോൾ ബാക്ക് തിരിഞ്ഞപ്പോഴും ക്ലിയർ കിട്ടുന്നുണ്ട്, കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏകദേശം മൈക്കുകൾക്കൊക്കെ ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും. പിന്നെ അത്രത്തോളം പവറുള്ള മൈക്ക് ആണെങ്കിൽ ബാക്കോട്ട് തിരിഞ്ഞാൽ ലോങ്ങിൽ പോയാലൊക്കെ ആ വോയിസ് ഒക്കെ കിട്ടാൻ സാധ്യത ഉണ്ട്. പക്ഷെ ഏകദേശം ഈ റേഞ്ചിലുള്ള മൈക്ക, വ്യത്യസ്ത ബ്രാൻഡിലുള്ള മൈക്ക് ആയിക്കോട്ടെ, ഇതേ റേഞ്ച് തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇത് നല്ലൊരു ക്വാളിറ്റി ഉള്ള മൈക്കാണ്. വോയിസ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നുണ്ട്. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ക്ലിയർ ആയിട്ട് തന്നെ ഇതിൻ്റെ വോയിസും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ നാടിൻ്റെ അടുത്തുള്ള ഒരു ഗ്രൗണ്ട് കൂടിയാണിത്. ഞാൻ കളിച്ചു വളർന്ന ഒരു ഗ്രൗണ്ട് കൂടിയാണിത്. രാത്രി ഫ്ലഡ് ലൈറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. സെവൻസ് വൈകുന്നേരം, രാവിലെ ഒക്കെ ഓരോ സമയങ്ങളിലായി ഇവിടെ കളികളൊക്കെ നടക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ അതിലൂടെ ഞാൻ ചെക്കിങ് ചെയ്തപ്പോൾ എനിക്ക് വലിയൊരു അഭിമാനം തോന്നി. ഗ്രൗണ്ടിൽ തന്നെ വന്ന് ചെയ്തപ്പോൾ എത്രത്തോളം ദൂരം പോകാൻ പറ്റും എന്നുള്ളത് തന്നെ ഈ മൈക്ക് എനിക്കൊരു ആത്മവിശ്വാസം നൽകി. ഞാൻ ഗ്രൗണ്ടിലാണ് പോയത്. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ടെറസിന്റെ മുകളിൽ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്ത് ഞാൻ കണ്ടത് യൂട്യൂബിലും മറ്റുമായി. അപ്പോൾ ഇതാ കുട്ടികളവിടെ കളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മൈക്കയുടെ പവർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ഒരു റിവ്യൂ അനുസരിച്ച് ഇത് നല്ലൊരു മൈക്ക തന്നെയാണ്. ഇനി എത്രത്തോളം ഇതിൻ്റെ ലൈഫ് കിട്ടുമെന്ന് ഒന്ന് ഉപയോഗിച്ച ശേഷം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് K9 ഒരു അടിപൊളി മൈക്ക തന്നെയാണ്. യൂട്യൂബേഴ്സ് ഫസ്റ്റ് തുടങ്ങുന്ന ആളുകൾക്ക് ഈ മൈക്ക ഒരു ഉപകാരപ്പെടും എന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ്. അപ്പോൾ എൻ്റെ കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എന്നാൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു വാച്ചിങ് വീഡിയോ.